അക്കാഡമിക്കില്ല. ബ്രോ അങ്ങനെയല്ല, ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പറയാൻ പഠിച്ചത് ബാംഗ്ലൂർ പോയത്. പണിയൊന്നും ഇല്ലാത്ത ടൈമിൽ ഇതൊക്കെ ഇറക്കി അത് വെച്ച് പുട്ടടിക്കാം പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഡയറക്ടേഴ്സ് തന്നെ ഇനിയിപ്പോൾ പുഷ് ചെയ്യുന്നില്ല. കേരളത്തിന്റെ സൗണ്ട്സ്കേപ്പ് ഒരു ഗ്ലോബൽ ലെവലിലേക്ക് എത്തിച്ച ഒരു ആർട്ടിസ്റ്റ് ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. സുഷിൻ ശ്യാം, വെൽക്കം ടു മാംഗോ ടോക്ക് ടൈം. താങ്ക് യു. വാഴ സിനിമ കണ്ടിരുന്നോ? ഇഷ്ടപ്പെട്ടോ? അതും സ്വന്തം ലൈഫുമായിട്ട് ഒരു കണക്ഷൻ. പ്രേമിച്ച് നടക്കുന്നതൊക്കെ തന്നെ കോളേജിൽ സ്കൂൾ. അക്കാഡമിക്സിന്റെ ഒരു ഇതില് അക്കാഡമിക്കില്ലയോ? ഇല്ല അല്ലേ? അതന്നെയാണ്. അതായത് ഇപ്പൊ അല്ല, ഒരു ടിപ്പിക്കൽ മലയാളി ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഇപ്പോ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ മ്യൂസിക്കിലേക്ക് തിരിയാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഹാർട്ട് അറ്റാക്കാ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ ലൈക്ക് അത് ആ ഒരു ഡിസിഷനിൽ എത്രത്തോളം പ്രൗഡാണ്. സെക്കൻഡ് ഇയർ ആണ് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. അപ്പം അത്രയും ടൈം ഞാൻ എക്സ്പീരിയൻസിലോട്ട് ഇട്ടു. കാരണം ദീപക്കേട്ടനെ അസിസ്റ്റ് ചെയ്തല്ലോ. അത്രയും ടൈം ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് നല്ലതായിരുന്നു. പക്ഷെ പഠിച്ച അത്രയും എഞ്ചിനീയറിംഗ് ആ ഒരു 2 വർഷത്തെ ഇതിന്ന് എന്തെങ്കിലും ഒരു കാര്യം പിന്നെ ലൈഫിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പറയാൻ പഠിച്ചത് ബാംഗ്ലൂർ പോയിട്ടാ. അല്ലെങ്കിൽ തലശ്ശേരിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് തോന്നുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കുറച്ച് സോഷ്യൽ സ്കിൽസും കുറച്ചൊക്കെ കോളേജ് പോയി പുതിയ ആൾക്കാരെ കണ്ടപ്പം അത് അവിടെ നിന്നാണ് ബിൽഡായത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ നാണം കുണുങ്ങിയായിരുന്നു. പിന്നെ ഇപ്പൊ എത്തി നിൽക്കുന്നത് പേട്രിയറ്റ് പോലെ ഒരു വലിയ സിനിമയിലാണ്. ലൈക്ക് ബിഗ് എംസിന്റെ ഒരു ബാനറുള്ള ഒരു ഫിലിം. അപ്പൊ അതില് മ്യൂസിക് ചെയ്യുമ്പോ എക്സൈറ്റ്മെന്റ് ആണോ? എന്താ ഫീൽ ചെയ്തേ ഫസ്റ്റ് ഒരു കോൾ വന്നപ്പോ? മഹേഷ് ഇത് കുറച്ച് നേരത്തെ ഞാൻ കഴിഞ്ഞ ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത സ്റ്റോറിയാണ്. അപ്പോൾ പിന്നെ അത് ഷൂട്ടിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ആ പടമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സ്ക്രിപ്റ്റിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു കഥയായിരുന്നു. അതായത് കേട്ടപ്പം അതിൻ്റെ ഹൈയും പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് മഹേഷ് അത് നറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കിട്ടും. പുള്ളി അങ്ങനെയാണ് ആ പേസിൽ തന്നെയാണ് പുള്ളി നറേറ്റ് ചെയ്യുന്നത്. അപ്പം അന്ന് എക്സൈറ്റഡ് ആയിട്ട് യെസ് പറഞ്ഞതായിരുന്നു. പിന്നെ അന്ന് മമ്മൂക്ക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെയാണ് ലാലേട്ടൻ ആഡ് ആയത്, പല കാസ്റ്റും ആഡ് ആയത്. പക്ഷെ അതും ഉണ്ടായിരുന്നു നേരത്തെ. ബേസിൽ ഇങ്ങനെ പാട്ട് വെച്ചിട്ടാണ് നറേറ്റ് ചെയ്യാറെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ മഹേഷിന്റെ ഒരു പ്രത്യേകത എന്താ സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ? പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പടത്തിന്റെ ഫൈനൽ എഡിറ്റ് കാണാൻ പറ്റുന്ന പോലെ പുള്ളി നറേറ്റ് ചെയ്യുന്നത്. കാരണം പുള്ളി പേസ് കൂട്ടുന്നതും പുള്ളിയുടെ നറേഷനിൽ തന്നെ ആ സ്പീഡ് ഉണ്ടാവും. ഇങ്ങനെ വന്ന് അത് വന്ന് ഇത് സംഭവിച്ചത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പടത്തിന്റെ പേസ് എന്താണെന്ന് ഭയങ്കരമായിട്ട് കിട്ടും. അത് എനിക്ക് മഹേഷ് പറയുമ്പോഴേ കിട്ടാറുള്ളൂ. അങ്ങനത്തെ നറേഷൻ ഒരു എഡിറ്ററിന്റെ ഒരു സാധനം തോന്നുന്നു, എനിക്കറിയില്ല. ഒരു ടെക്നീഷ്യൻ സാധനമാണ്. അപ്പം അത് മഹേഷ് പറയുമ്പോൾ കിട്ടാറുണ്ട് മിക്ക പടത്തിലും. ഈവൻ മാലിക്കിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നറേറ്റ് ചെയ്തത്. അതേപോലെ തന്നെയാണ് പടം തിരിച്ച് വരുമ്പോഴും പടം കാണുമ്പോഴും നമുക്ക് അന്ന് നറേറ്റ് ചെയ്തതിൻ്റെ ഒരു പരിപാടി തന്നെയാണ് കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണാം. അപ്പൊ ഈ ടെക്നോളജി ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ടെക്നോളജി ഭയങ്കരമായിട്ട് നമ്മുടെ എല്ലാ ഏരിയസിലും ഉണ്ട്. ഇപ്പോൾ AI ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈപ്പത്തറ്റിക്കലി AI സുഷിനെ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AIക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സുഷിൻ എലിമെന്റ് എന്തായിരിക്കും? എൻ്റെ ചളിയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അങ്ങനെയല്ല പാട്ടില് വരുമ്പോ ലൈക്ക് പാട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സാധനമായിരിക്കും. മിക്കവാറും എൻ്റെ മിസ്റ്റേക്സ് ആയിരിക്കും. അറിയാതെ വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇതൊന്നും ഞാൻ ഭയങ്കര അറിഞ്ഞു ചെയ്യുന്നൊന്നുമില്ല. ഇത് ചിലപ്പോൾ ഇങ്ങനെ കൈയൊക്കെ സ്ലിപ്പായി പോകുമ്പോൾ ചിലപ്പോൾ പുതിയൊരു സാധനം വരും. അപ്പം അതൊക്കെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറ്. അത് AIക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം എന്ന് തോന്നിയൊരു സാധനം ചിലപ്പം അതും ഒരു പ്രോംപ്റ്റായിട്ട് വരുമായിരിക്കും. ലൈക്ക് മേക്ക് സം മിസ്റ്റേക്സ് എന്നുള്ള പോലത്തെ സാധനം. പക്ഷെ എനിക്ക് ചില ടോൺസ് ഒക്കെ അറിയാണ്ട് വന്നു പോകുന്നതൊക്കെ അങ്ങനെയാണ്. ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ഒരു +2 പഠിക്കുന്നവർ ഒരു +12 പഠിക്കുമ്പം പെട്ടെന്ന് വേറൊരു പുതിയ സാധനം വരും. പക്ഷെ അത് ചിലപ്പം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും. അപ്പം അത് കീപ്പ് ചെയ്യും. അങ്ങനത്തെ ആക്സിഡൻസ് ആയിരിക്കും ചിലപ്പം റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തത്. ബാക്കിയൊക്കെ റീപ്ലേസ് ആവുമായിരിക്കും. ഇപ്പൊ പേട്രിയറ്റിലെ കാറ്റ് തൊട്ടപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ? പാട്ട് അത് സാധാരണ നമ്മളൊരു ഇങ്ങനെ നമ്മളെന്തൊരു സോങ് ചെയ്യുമ്പോൾ ഒരു കീയിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഡീലാ ചെയ്യുന്നത് വെച്ചോ, ഡീല് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പാട്ടിങ്ങനെ ഇവോൾവ് ചെയ്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. പോയി ഒരു പോയിന്റിലെത്തിയപ്പം അത് ഡീലല്ല നിൽക്കുന്നത്, അത് തിരിച്ച് താഴോട്ട് വന്ന്. സാധാരണ നമ്മളൊരു സോങ് സ്കെയിൽ ചേഞ്ച് ചെയ്യുമ്പം മുകളിലോട്ടാണ് പോവുക. ഇപ്പം പണ്ടത്തെ മൈക്കിൾ ജാക്സൺ സോങ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കെയിൽ ചേഞ്ച് ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ ട്യൂൺ മാറിക്കൊണ്ടിരിക്കില്ലേ, ഹൈ ആയിക്കൊണ്ടിരിക്കും.
പക്ഷെ ഇത് താഴോട്ട് വന്നു, അതായത് ഡി എന്നുള്ളത് ഡി ഫ്ലാറ്റിലോട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു യൂഷ്വൽ സാധനം അല്ലല്ലോ, സാധാരണ എനർജി ഹൈ ആവണമല്ലോ ലാസ്റ്റ്. അപ്പോൾ ഇത് ഡി ഫ്ലാറ്റിലോട്ട് വന്നപ്പോൾ നമ്മൾ പിന്നെ വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് അതങ്ങനെ തന്നെ, അതാണല്ലോ നമുക്ക് ക്രിയേറ്റായി വന്ന സാധനമാണ്. അപ്പം നമ്മളതിന് ഫോഴ്സ്ഫുള്ളി മാറ്റാൻ നോക്കണ്ട, അത് മാറ്റി അത് മുകളിലോട്ട് കയറ്റണ്ട, നമുക്ക് അങ്ങനെ തന്നെ പോവാം. അതിന് വരെ ഞാൻ മെയിൽ സൗണ്ട് അവിടെ കൊണ്ടുവന്നു, അപ്പോൾ കുറച്ചും കൂടി ഒരു ഹൈ ഫീൽ ചെയ്യുന്ന പോലെ അങ്ങനെ എന്തൊക്കെയോ അതുപോലെ എന്തൊക്കെയോ അല്ലാതെ ഇത് എല്ലാം ഇങ്ങനെ അറിയാതെ വരുന്ന സംഭവം. സ്വന്തമായിട്ട് പുതിയ റെക്കോർഡ് തുടങ്ങിയപ്പോൾ ആരെങ്കിലും ശുശു എന്ന് വിളിക്കാൻ തുടങ്ങി? ശുഷു എന്നെ മിക്ക ആൾക്കാരും സുഷ് എന്നാണ് വിളിക്കാറ്. ഇപ്പം പക്ഷെ അത് ആ സുഷ് അല്ല നമ്മൾ ഉപയോഗിച്ച സുഷ്, പക്ഷെ ഇങ്ങനെ ശുഷു എന്ന് വിളിക്കാറില്ല. സുഷൻ കമ്പോസ് ചെയ്തിട്ട് ഇറക്കാത്ത പാട്ടുകളുണ്ടോ? കുമ്പളങ്ങിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇറക്കിയിട്ടില്ല എപ്പോഴും. കുമ്പളങ്ങി തന്നെ 4 പാട്ടുണ്ട്. ഇങ്ങനെ ലവ് സോങ്ങിന് വേണ്ടി 4 പാട്ട് ചെയ്തായിരുന്നു. പിന്നെ ഫാമിലി സോങ്, എഴുതാ കഥകളിന് പകരം വേറെ കുറേ സോങ് ചെയ്തായിരുന്നു. അങ്ങനെ അതും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാട്ടാ. ഇങ്ങനെ കുറേ ബുൾഷിറ്റ് സോങ്സും ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ അത് റീസൈക്കിൾ ബിന്നിലോട്ട് പോകുന്ന പോലെ. ഇപ്പം റേ അങ്ങനെയാണ് എടുത്തത്. റേ ഇപ്പം മറ്റേ പഴയ 10 ട്രാക്കിൽ ഒരു ട്രാക്ക് എനിക്ക് ഇപ്പോഴും വൈബ് ചെയ്യുന്നു തോന്നിയ ട്രാക്ക് റീവർക്ക് ചെയ്തതാണല്ലോ. അതേപോലെ അങ്ങനെ കുറച്ച് സോങ്സ് ഉണ്ട്. എന്തേ വേണോ? ഇറക്കിയാൽ നല്ലതായിരിക്കും അല്ലേ? ഞാനിപ്പം പടം പണിയൊന്നും ഇല്ലാത്ത ടൈമിൽ ഇതൊക്കെ ഇറക്കി അത് വെച്ച് പുട്ടടിക്കാം, നല്ല പ്ലാനാ. നമുക്കൊരു ലിസ്ണിംഗ് സെഷനൊക്കെ വെക്കാൻ പറ്റും. ഇപ്പൊ പലരും ഇങ്ങനെ നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്പേസിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരുന്ന് കേൾക്കുന്നു എന്നുള്ള പോലെയാണല്ലോ. അപ്പൊ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് കമ്പോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താറുണ്ടോ? ആ സംഭവം വെച്ചിട്ട് ഞാൻ അങ്ങനെ കമ്പോസ് ചെയ്യാറില്ല. ഒന്നാമത് എനിക്കൊരു പാട്ടുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പല എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് പാട്ടുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ റെസ്ട്രിക്റ്റഡ് ആവും എൻ്റെ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ. അപ്പം ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന ഒരു സാധനം ആദ്യം ക്രാക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നത്. കാരണം കാറ്റ് തൊട്ടപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത്ര കോംപ്ലക്സിലോട്ട് പോകില്ലായിരുന്നു. കാരണം എനിക്ക് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് എനിക്ക് മ്യൂസിക്കലി കുറച്ചും കൂടെ അത് റിച്ച് ആവണം എന്നുള്ളൊരു തോട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ഇപ്പം ശ്യാമേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു തൊടുമ്പിലോട്ട് എത്താൻ. കുറച്ച് കമേഴ്ഷ്യലായിട്ട് നമുക്കൊരു ട്രാക്ക് ലവ് സോങ് കുറച്ച് ആൾക്കാരിലോട്ട് എത്തണം എന്നുള്ളൊരു ആ ഒരു സോണിൽ ഇപ്പം ഇലുമിനാറ്റി ചെയ്ത പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, നമുക്ക് ഹിറ്റ് പാട്ട് വേണം എന്നുള്ളൊരു സാധനം വരുമ്പോൾ കുറച്ചും കൂടെ ക്യാച്ചിയർ ആയിട്ടുള്ള സാധനം ട്രൈ ചെയ്യാൻ നോക്കും. ഇത് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ ഡയറക്ടേഴ്സ് തന്നെ ഇനിയിപ്പോ പുഷ് ചെയ്യുന്നില്ല. അല്ല, ഇപ്പൊ സുഷൻ എക്സ്പെക്ട് ചെയ്യാതെ ഹിറ്റായ, അല്ലെങ്കിൽ ഇത് അത്ര ഒരു ഹിറ്റിലേക്ക് ആവില്ല പോവാന്ന് വിചാരിച്ചു തീരമേ. തീരമേ ഞാൻ ഇതേപോലെ ഈ സോണിൽ തന്നെ ചെയ്തത്. ഇപ്പം ഈ കാറ്റ് തൊട്ടപ്പോൾ ചെയ്ത പോലെ തന്നെ കുറച്ച് കോംപ്ലക്സ് ആണെന്ന് ഞാൻ വിചാരിച്ച ഒരു ട്രാക്കായിരുന്നു. പക്ഷെ മഹേഷിന് അത് ആദ്യമേ അത് വർക്കാവും എന്നുള്ളൊരു സാധനം. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷെ അത് ഇതേപോലെ തന്നെ എനിക്കൊന്ന് അതൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഈവൻ ചിത്ര ചേച്ചിൻ്റെ സൗണ്ടിന് കുറച്ചും കൂടെ അതിനെ കുറച്ചും കൂടെ ആൾക്കാരിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം ഭയങ്കരമായിട്ട്. പിന്നെ ചിത്ര ചേച്ചിൻ്റെ ആ ഒരു ടേക്ക് ഓൺ ഞാൻ പാടിയ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ പോലെ ഇരിക്കുന്നത്. അപ്പം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. മനുഷ്യന്റെ വോയിസ് ആയിട്ട് മമ്മൂട്ടീനെ ചൂസ് ചെയ്യുന്നതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എങ്ങനെയാ? അതിനൊരു മൊണോലോഗ് സ്പേസിൽ അണ്ടത്തെ സീസണിലൊരു ട്രാക്കൊക്കെ പോലെ അത് തന്നെയാണ് ഞാൻ മഹേഷിന്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ കാണുന്നത് അത് കുറച്ചും കൂടെ ഒരു 2 പെർസ്പെക്റ്റീവിൽ ചെയ്യാം. നമ്മൾ മറ്റവരെ നോക്കുന്ന പോലെ ആക്കാം, അല്ലെങ്കിൽ പുള്ളി മറ്റവരെ നോക്കുന്ന പോലെ നമുക്ക് ട്രാക്ക് ചെയ്യാം. അപ്പം എനിക്ക് പുള്ളിയുടെ കണ്ണു കൂടെ ഈ സോങ് വരണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും മമ്മൂക്കയുടെ വോയിസ് ആയിരിക്കണമല്ലോ. പുള്ളിയുടെ ഒരു വിമതൻ എന്നുള്ളൊരു ക്യാരക്ടർ പറയുന്നൊരു, അല്ലെങ്കിൽ പുള്ളി ആലോചിക്കുന്ന ഒരു സാധനമായിട്ടാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് മമ്മൂക്കയിലോട്ട് വന്നത്. ഞാൻ പിന്നെ ആദ്യം ഇങ്ങനെ ഭയങ്കര റഫായിട്ട് ഇങ്ങനെ ചുമ്മാ പണ്ട് പത്മരാജൻ സാറൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ടൈപ്പ് ടോണിലൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ നോക്കിയത്, ഇങ്ങനെ ഒരു ബീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വന്ന് മമ്മൂക്കയിലോട്ട് എത്തി. റെക്കോർഡിംഗ് സെഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മറ്റേ BTS ഇറക്കിയിട്ടുണ്ടല്ലോ. വലിയ ടൈം എടുത്തില്ല. നമ്മളൊരു 40 മിനിറ്റ്സിൽ ഇത്രയും ലൈൻസ് പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊരു രസമുള്ളൊരു ടോണിൽ മമ്മൂക്കയുടെ രീതിയിൽ തന്നെ ഒരു ഐറ്റം തന്നു. ഞാൻ പിന്നെ അത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ബീറ്റിലോട്ടാക്കി. അങ്ങനെ മമ്മൂക്കൊക്കെ ആ ബീറ്റൊന്നും കേൾപ്പിച്ചിട്ടില്ല. മമ്മൂക്കനെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ ഞാൻ സ്പേസിങ്ങും പരിപാടിയൊക്കെ കൊണ്ടുപോയി ചെയ്ത് നോക്കി. അപ്പൊ ഈ റെക്കോർഡിംഗിൽ ഇപ്പൊ മമ്മൂക്ക സർപ്രൈസ് ചെയ്യിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ? ചില
മോഡുലേഷൻസ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറെ സാധനങ്ങൾ ഇപ്പം നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നൊക്കെ പറയുമ്പം ഒരു ഐറ്റം ഇടും. അത് ഞാൻ മഹേഷിനെ കൊണ്ടായിരുന്നു ആദ്യം ഇതിന്റെ റഫ് പറയിപ്പിച്ച് മനുഷ്യന്റെ നമ്മൾ കേട്ടു നോക്കാൻ. കാരണം എനിക്ക് മലയാളം അത്ര സ്പീഡിൽ പറയാൻ പറ്റില്ല, ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് അത് പറഞ്ഞു. ഞാൻ മഹേഷിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച് മഹേഷ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിൻ്റെ അകത്ത് ഇരിക്കുന്ന മനുഷ്യൻ എന്നൊരു റിവേർബിൽ കേൾക്കുന്ന വോക്കൽ ആക്ച്വലി മഹേഷിൻ്റെ. ഞാനത് മാറ്റിയിട്ടില്ല, കാരണം അത് ഭയങ്കര റിവേർബിലാണ്, ഭയങ്കരമായിട്ട് വോക്കൽ കേൾക്കില്ല. അപ്പം പുള്ളി അങ്ങനെ പറഞ്ഞ് അതാ. അപ്പം ഈ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിന് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് മോഡുലേഷൻ വന്നപ്പം ഭയങ്കര രസമായിട്ട് വന്നു. അത് മമ്മൂക്ക ഐറ്റം ആണ്. അതിന്റെ ലിറിക്സോ? എഴുത്ത് വിനായകർ ഇതൊരു 10-15 മിനിറ്റിൽ തരുന്ന ടൈപ്പ് പരിപാടിയാ. ഞാൻ എടുക്കും പ്രീമിയം തത്കാലം എടുക്കാനുണ്ടോ എന്ന് ചോദിക്കും, കാരണം സമയമില്ല. അപ്പൊ 5 മിനിറ്റിൽ വേണമെന്നൊക്കെ പറയുമ്പോൾ പുള്ളി അപ്പത്തിന് 5 മിനിറ്റിൽ പരിപാടി സെറ്റാക്കി തരും. പിന്നെ വിനായകനും പെട്ടെന്ന് കണക്ട് ആവുന്ന ടൈപ്പ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സാധനമായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങനത്തെ ഇതിലോട്ട് കയറാൻ പറ്റുന്നത്. പല ടൈപ്പ് പാട്ടുകൾ സുഷൻ ചെയ്യാറുണ്ടല്ലോ, ഇപ്പൊ മെലഡീസ് അല്ലെങ്കിൽ ഇപ്പൊ ഇൻഡി മ്യൂസിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ അതിലൊരു ഇത് സുഷിന്റെ ആണെന്ന് നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാത്ത രീതിയിൽ അത് പോണം എന്ന് അത് വേണം വെച്ചിട്ട് അങ്ങനെ തോന്നാറുണ്ടോ? തോന്നാറില്ല, എന്നാലും സുഷിന് അങ്ങനെ തോന്നാറുണ്ടോ? ലൈക്ക് അത് അങ്ങനെ തോന്നരുത് എന്ന് വെച്ചിട്ടാണ്. മനുഷ്യൻ കേട്ടാല് തോന്നുവോ അങ്ങനെ? ഇല്ലില്ല, മനുഷ്യൻ കേട്ടാ തോന്നില്ല. അപ്പം അതിൽ ആയിട്ടുണ്ടാവും അത്. അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ പാട്ടിലും എൻ്റെ ഒരു ടച്ച് വരും അറിയാണ്ട്. മെലഡീസില് വയ്യ, അത് അങ്ങനെ വേറെ അല്ലാണ്ട് ചെയ്യാൻ അറിയില്ല എനിക്ക്. എനിക്കറിയുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടല്ലേ. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ട്രെയിൻ മ്യൂസിഷ്യൻ ഒന്നുമല്ലല്ലോ. എനിക്കുള്ള ഒരു നോളേജും പരിപാടിയും വെച്ചിട്ടാണ് ഞാനിത് തട്ടിയും കൊട്ടി പോകുന്നത്. ഇങ്ങനെ സ്റ്റക്കാവാതിരിക്കാൻ നോക്കുന്നുണ്ട്, റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്ക് കൊടൈക്കനാലിൽ പോകും. അങ്ങനെ കൊടൈക്കനാലല്ല, കൊടൈക്കനാലിൽ പോകും. 1 ഇയറിൽ ഒരു പ്രാവശ്യം പോകും. എല്ലാ വർഷവും പോകും? ഒരു പ്രാവശ്യം പോകാൻ ട്രൈ ചെയ്യും. ഓക്കെ. അപ്പൊ അതുപോലെ ഇപ്പൊ കൊടൈക്കനാല് പോലെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ ഒരു നാടിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഏതായിരിക്കും? അന്ന് ആ യൂറോപ്പിൽ ആദ്യമായിട്ട് പോയപ്പം ആ നാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുമ്പളങ്ങിൽ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതല്ലാതെ പിന്നെ യൂറോപ്പ് പോയപ്പോൾ ആ കളറൊന്നും കിട്ടിയില്ല എനിക്ക്. ഫസ്റ്റ് ടൈം കണ്ടപ്പം ഭയങ്കര പുതിയ ഭയങ്കര കോൺട്രാസ്റ്റും പുതിയ മ്യൂസിക്കും. പിന്നെ അത് ഞാൻ പിന്നെ സ്ഥിരമായി യൂറോപ്പ് പോകുന്നത്. അല്ലാണ്ട് കൊടയിലുള്ള സൈലൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സ്ഥലത്ത് പോകുമ്പം ഈ പശുവിൻ്റെ കഴുത്തിലുള്ള മറ്റേ ഈ ബെല്ലടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ചില സ്ഥലത്ത് അങ്ങനത്തെ ഒരു, പിന്നെ നല്ല മഞ്ഞളുടെ മണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഇങ്ങനത്തെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര, വെളുത്തുള്ളിയുടെ മണം മറ്റേ ഫാമിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ കുറച്ച് സൗണ്ട്സ് ഭയങ്കരമായിട്ട്. പിന്നെ ഭയങ്കര ദൂരത്തുനിന്ന് വരുന്ന പഴയ രാജാ സാർ സോങ്, ആ നാടിൻ്റെ ഒരു അവരിപ്പോഴും ഇമോഷണലി കണക്ട് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവല്ലോ, അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടാവാറുണ്ട്. സുഷിൻ മ്യൂസിക് ചെയ്തിട്ടുള്ള ഫിലിംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറെ ബോയ് ഗാങ്സ് കാണാം. ഇപ്പോ ആവേശം, അവരിപ്പോ കുമ്പളങ്ങിയിലും ഒരു ബോയ് ഗാങ് ഉണ്ട്, രോമാഞ്ചത്തിലും ഉണ്ട്. പക്ഷെ ഇപ്പൊ പേട്രിയറ്റില് കുറച്ച് ഗേൾസ് വരുന്നുണ്ട്, കുറച്ച് പവർ വിമൻ. ഇപ്പൊ രേവതി, ജെറിൻ, ദർശന, നയൻതാര. അപ്പൊ ആ ഒരു ഗേൾ ഒരു ഗാങ് ആയിട്ടാണോ അല്ലേ നമുക്കറിയില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ഗേൾ പവർ പഫ് ഗേൾസിന് വേണ്ടി മ്യൂസിക് ചെയ്യുമ്പോൾ യു ഫീൽ സംതിങ്. അങ്ങനെ ഗേൾ ബോയ് എന്നുള്ളൊരു സ്പേസിലല്ല ഞാൻ മ്യൂസിക് ചെയ്യുന്നത്. ഓക്കെ. ക്യാരക്ടർ ഓഫ് കോഴ്സ് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ക്യാരക്ടർ എല്ലാവരും ഭയങ്കര ഒരു പവർഫുൾ ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു സെയിം സാധനം ഞാൻ കൊടുക്കാൻ നോക്കിയത്. ആസ് ഇൻ ലൈക്ക് ആ ഒരു പടത്തിൻ്റെ ഒരു മെയിൻ തീം ഉണ്ടല്ലോ, ഒരു പേട്രിയോട്ട് എന്നുള്ളൊരു തീമുണ്ട്. അപ്പോൾ ആ ഒരു തീം ബേസ് ചെയ്തിട്ടാണ് എല്ലാവരെയും ഒന്നിപ്പിക്കാൻ നോക്കിയത്. അങ്ങനെ ലാലേട്ടന് വേറെ തീം അല്ലെങ്കിൽ മമ്മൂക്കക്ക് വേറെ തീം, അങ്ങനെ ഒരു ഇതല്ല, എല്ലാം ഒരു ഫാമിലിയിൽ വരുന്ന തീംസാണ്. ഇപ്പം ഭീഷ്മയുടെ ഇതെടുത്ത് നോക്കുകയാണെങ്കിലും സെയിം കോൺസെപ്റ്റാണ്. ഇപ്പം പരദീസയുടെ ആ ഹമ്മിങ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് മൊത്തം പടത്തിലെ ക്യാരക്ടേഴ്സിന് തീം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെയിം കോൺസെപ്റ്റിൽ തന്നെയാണ് ഇപ്പം പേട്രിയോട്ടിൻ്റെയും തീംസ് ഒക്കെ വന്നത്. ഇപ്പം അങ്ങനെ ആലോചിച്ചിട്ടില്ല ഞാൻ, കുമ്പളങ്ങിയിൽ കുറവ് ഇതിൽ കൂടുതൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പടത്തിനനുസരിച്ചിട്ട് കുമ്പളങ്ങിയിൽ അങ്ങനെ ഒരു തീം ബേസ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കൂടുതലും സോങ് ബേസ് ചെയ്തിട്ടാണ് സ്കോറൊക്കെ വരുന്നത്. ഇത് കൂടുതലും ഒരു തീം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല, പാട്ടുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു സ്കോറിനെ നമുക്ക് എങ്ങനെയാ ഒന്ന് ലേബൽ ചെയ്യാൻ പറ്റും? ഇപ്പോൾ മാസ്, ഹൈബ്രിഡ്,
മാസ് ഹൈബ്രിഡ് ഓഫ് എന്ത് രണ്ടിന്റെ ഹൈബ്രിഡ് അത് ജോണർ വൈസ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് മാസ് അങ്ങനെ ഒരു മിനിമൽ മാസ് കം ക്ലാസ് എല്ലാം ഇരിക്കട്ടെ. ഇത് മറ്റേ ഹൈപ്പ് കയറ്റി വിട്ട പരിപാടിയാണോ? ഞാൻ ഇപ്പൊ ഹൈപ്പ് കയറ്റുക. ഞാൻ ഏറ്റവും മിനിമലായിട്ടാണ് പഠിക്കുന്നത്. ഞാൻ അന്ന് മറ്റേ സീമാറ്റെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ പരിപാടി നിർത്തി. ഞാൻ ഈ റിസ്ക് എടുക്കാറില്ല. ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് റിലീസിന്റെ തലേന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹൈപ്പ് കയറ്റാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അല്ല, ഈ പടത്തിന് ഇപ്പൊ ആവശ്യത്തിന് അധികം ഹൈപ്പ് ഉണ്ടല്ലോ, പിന്നെ ഞാനായിട്ട് കയറ്റേണ്ട ആവശ്യമില്ല. എന്തായാലും പടം അടിപൊളിയാവട്ടെ. താങ്ക് യു. താങ്ക് യു ഫോർ ജോയിനിങ്.